കഴിഞ്ഞ നൈറ്റ് വിജിൽ ശുശ്രൂഷകളിലൂടെ ദൈവം നൽകിയ അനുഗ്രഹത്തെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്ന ഒരു സമയത്തിലേക്ക് നാം കടക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ കഴിഞ്ഞ നൈറ്റ് വിജിലൂടെ ഈ പ്രോഗ്രാം ടെലിവിഷന് മുമ്പിലിരുന്ന് കണ്ട് അനുഗ്രഹം പ്രാപിച്ച ധാരാളം വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികൾ ശാലോമിലേക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട്. അതിൽ ആ കത്തുകൾ വായിച്ച് തുടർന്നുള്ള സമയങ്ങളിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗത്തിലെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്നുള്ള ഒരു ദൈവവചനത്തിൻ്റെ അഭിഷേകം, അതിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ തുടർന്നുള്ള സമയങ്ങളിൽ ചെയ്യാൻ പോകുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ശ്രീ ജേക്കബാണ്. ജേക്കബിനോട് ചേർന്ന് തുടർന്നുള്ള സമയങ്ങളിൽ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളികളാകാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ശ്രവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം നമ്മളിങ്ങനെയാണ് വായിക്കുക. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ വിലാപസ്വരം കേട്ട് നമ്മോട് കരുണ കാണിക്കുന്ന ഒരു കർത്താവിൻ്റെ മുൻപിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. പലതേറുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം നൽകുന്ന കർത്താവിൻ്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേല് കർത്താവിൻ്റെ അതിരറ്റ കരുണയും കൃപയും ഒഴുകിയിറങ്ങിയതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ആ നല്ല ദൈവത്തെ നമുക്ക് ഈ സമയങ്ങളിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടെന്ന് കാണാം. പ്രിയമുള്ളവരെ, അനേകരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ട ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. വിശ്വാസത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിത നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ സമർപ്പിച്ച് നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമേ, സർവശക്തനായ കർത്താവേ, ഇന്നും ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ കാത്തു നിൽക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാട്ടുപാടി ഈ സമയങ്ങളിൽ മഹോന്നതനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ശക്തമായ കരങ്ങളടിക്കുന്നു. കർത്താവിന്റെ വലിയ മഹത്വം കണ്ടുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് കർത്താവിൻ നാമം പാടിടാം.
നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നിരവധി കത്തുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏതാനും കത്തുകളാണ് നമ്മളിവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ ഓർക്കുക, ഓരോ സാക്ഷ്യങ്ങളും വായിക്കുമ്പോൾ ഒരുപക്ഷെ സമാനമായ പ്രാർത്ഥനകളിലൂടെ, ആവശ്യങ്ങളിലൂടെ, വേദനകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരായിരിക്കാം നാം ഓരോരുത്തരും. ഈ സമയത്ത് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ സാക്ഷ്യങ്ങൾ വായിക്കുന്ന സമയങ്ങളിൽ തന്നെ അനേകരുടെ ജീവിതങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടുവെന്ന് ഇവിടേക്ക് അനേകർ എഴുതി അറിയിച്ചിട്ടുണ്ട്. സാക്ഷികൾ നമുക്ക് ശ്രമിക്കാം. സോഫിയ ബെൻസി ആലപ്പുഴയിൽ നിന്ന് എഴുതിയ കത്താണ് ആദ്യത്തേത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായിട്ടും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം പണിയുവാൻ സാധിച്ചിരുന്നില്ല. ഈ കാരണത്താൽ ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമിച്ചു. അപ്പോഴാണ് ഷാലോൺ ടിവിയിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും നൈറ്റ് വിജിൽ ഉള്ള കാര്യം ഒരു ആൻറ്റി മുഖേന ഞാൻ അറിഞ്ഞത്. അന്നു മുതൽ എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ നൈറ്റ് വിജിലിൽ പങ്കെടുക്കാൻ തുടങ്ങി. ടി വിയുടെ മുൻപിൽ ഈ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ഞങ്ങൾക്ക് 1450 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നൈറ്റ് വിജിൽ ശുശ്രൂഷയെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞറിഞ്ഞു. ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവം അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. വീണ്ടും കരങ്ങളടിച്ച് സന്തോഷത്തോടെ ആ നല്ല ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. അത്ഭുതമുണ്ടല്ലോ, അടയാളമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കാലവും ബോധ്യത്തോടെ. അത്ഭുതമുണ്ടല്ലോ, അടയാളമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കാലവും. ആത്മാവുണ്ടല്ലോ, ജീവനുണ്ടല്ലോ, ആത്മാവുണ്ടല്ലോ, ജീവനുണ്ടല്ലോ, യേശുവിന്റെ വചനത്തിൽ എല്ലാ കാലവും, യേശുവിന്റെ വചനത്തിൽ എല്ലാ കാലവും. വഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു, അന്ധകാര ശക്തികൾ അകലുന്നു, രോഗം മാറുന്നു, ദുഃഖം മാറുന്നു, ആത്മാവിൽ തീമഴ പെയ്യുന്നു. വഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു, അന്ധകാര ശക്തികൾ അകലുന്നു, രോഗം മാറുന്നു, ദുഃഖം മാറുന്നു, ആത്മാവിൽ തീമഴ പെയ്യുന്നു. കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നത്ത് നിന്ന് റിയ എന്ന പേരുള്ള സഹോദരി എഴുതിയ കത്താണിത്. 2017 ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും എനിക്ക് ടീച്ചറായി സ്ഥിരം നിയമനം ലഭിക്കുമെന്ന് അറിയിപ്പുണ്ടായി. ജൂൺ 2-ാം തീയതിയിലെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ എന്നും പോയി വരാൻ പറ്റുന്ന വിധം അധികം അകലെയല്ലാത്തൊരു സ്കൂളിൽ നിയമനം ലഭിക്കുന്നതിന് വേണ്ടി ടി വിയുടെ മുൻപിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ 2ാമത്തെ കുഞ്ഞ് ജനിച്ചിട്ട് അധിക നാളായിരുന്നില്ല. ജൂൺ 5-ാം തീയതി എനിക്ക് നിയമനം ലഭിച്ചപ്പോൾ 18 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ് ലഭിച്ചത്. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥന തുടർന്നു. 2 ദിവസം ഞാൻ ആ സ്കൂളിൽ പോയി. 3-ാം ദിവസം എനിക്ക് ഏറ്റവും അടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റം നൽകി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അകലെയുള്ളൊരു സ്കൂളിൽ ആണ് ആദ്യം നിയമനം ലഭിച്ചതെങ്കിലും ആ 2 ദിവസം മാത്രമേ ആ സ്കൂളിൽ പോകേണ്ടി വന്നുള്ളൂ. 3-ാമത്തെ ദിവസം വീടിന് ഏറ്റവും അടുത്തുള്ളൊരു സ്കൂളിലേക്ക് ദൈവം അത്ഭുതകരമായി ആ സഹോദരിക്ക് സ്ഥലമാറ്റം നൽകി അനുഗ്രഹിച്ചു. നമ്മുടെ കരങ്ങളെ നമുക്കൊന്ന് ഉയർത്താം. പ്രിയമുള്ളവരെ, അനേകര് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇതുപോലെ എഴുതി വെച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകളോട് ചേർന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ജിൻസി. ഞാൻ പാല ഇടമറുക് ഇടവകാംഗമാണ്. എനിക്ക് വീട്ടിൽ തന്നെ തയ്യലും ബ്യൂട്ടീഷ്യൻ ജോലിയും ഉണ്ട്. കുറേ നാളുകളായി തയ്യലിൽ ഒരു അഭിവൃദ്ധി ഇല്ലായിരുന്നു. നന്നായി വർക്ക് ചെയ്യാൻ അറിയാം,
2 മെഷീനും സൗകര്യമെല്ലാം ഉണ്ടെങ്കിലും കൃത്യസമയത്ത് തയ്ച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇതേപ്പറ്റി വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞാനും ഭർത്താവും മകളും നൈറ്റ് വിജിൽ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അന്ന് പ്രാർത്ഥന നയിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ തയ്യൽ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ആ മേഖലയിലെ തടസ്സങ്ങൾ മാറി അഭിവൃദ്ധിപ്പെടുന്നു എന്ന്. അപ്പോൾ തന്നെ അത് ഞാനാണ് എന്ന് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ കൂടുതൽ വർക്ക് കിട്ടാൻ തുടങ്ങി. മാത്രമല്ല സമയത്ത് തന്നെ പൂർത്തിയാക്കി കൊടുക്കുവാനും കഴിയുന്നു. അഭിവൃദ്ധി തന്ന് അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. പ്രിയമുള്ളവരെ, നൈറ്റ് വിജിൽ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് നൽകിയൊരു സന്ദേശം, ആ സന്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് സഹോദരി പ്രാർത്ഥിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം മുതൽ ആ സഹോദരിയുടെ പ്രാർത്ഥനയിലേക്ക്, ആഗ്രഹത്തിലേക്ക്, ആവശ്യത്തിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും കടന്നു വരികയും. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 10-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹാലലൂയ, ഹാലലൂയ. അനുഗ്രഹിക്കുന്ന ദൈവത്തെ, ഇതേപോലെ നമ്മുടെ ജീവിതങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് കഴിയുന്ന നല്ല ദൈവത്തെ വീണ്ടും കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയങ്ങളിൽ ശക്തമായ കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ നന്മകൾക്കാ ദൈവമേ ഗീതം സൂനുവേ പാപിയെനിക്കാൻ ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിടും. ദൈവം നൽകിയ നന്മകൾക്കാ ദൈവമേ ഗീതം സൂനുവേ പാപിയെനിക്കാൻ ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. കോട്ടയം രൂപതയിലെ കൂടല്ലൂരിൽ നിന്ന് ഫിലോമിന എഴുതുന്ന കത്താണിത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എൻ്റെ ഒരു കാൽവിരലിൽ പഴുപ്പും വേദനയും ഉണ്ടായി. ആശുപത്രിയിൽ പോയി കീറി പഴുപ്പ് നീക്കം ചെയ്തെങ്കിലും വീണ്ടും പഴുപ്പ് കൂടുകയും വിരലിന് കറുപ്പ് നിറം വരികയും ചെയ്തു. വിരൽ മുറിച്ചു കളയണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അന്ന് ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു. അന്നത്തെ നൈറ്റ് വിജിലിൽ വിരൽ മുറിക്കാതിരുന്നാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡോക്ടറെ കാണിച്ചപ്പോൾ വിരൽ മുറിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. 1-2 മാസം കൊണ്ട് മുറിവ് പരിപൂർണമായി സുഖപ്പെട്ടു. ഹാലലൂയ, ഹാലലൂയ. പ്രിയമുള്ളവരെ, പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 26 തിരുവചനം പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വിശ്വാസത്തോടെ പറയാം ഹാലലൂയ, ഹാലലൂയ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരിൽ ഡോക്ടർമാർ ഉപേക്ഷിച്ച രോഗികൾ ഉണ്ടായിരിക്കാം, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗികൾ ഉണ്ടായിരിക്കാം. അനേകർ കണ്ണുനീരോടെ ഇതേപോലെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ആ നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ, ആരാധന, മഹത്വ കർത്താവേ, സ്തോത്രം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി. ഹാലലൂയ, 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 ഹാലലൂയ. തിരുവനന്തപുരത്ത് നിന്നും സജി എഴുതുന്ന കത്ത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. 2017 നൈറ്റ് വിജിൽ കാണുന്ന സമയത്ത് കുട്ടികളില്ലാതിരുന്നൊരു കുടുംബം നൈറ്റ് വിജിൽ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്ക് കുഞ്ഞിനെ ലഭിച്ചു എന്നൊരു സാക്ഷ്യം വായിച്ചു കേട്ടു. ഇക്കാര്യം ഞാൻ ഭർത്താവിനോട് പറയുകയും 2017 ജൂലൈ മാസത്തിലെ നൈറ്റ് വിജിലിൽ ഞങ്ങളുടെ ആവശ്യം എഴുതി TV-യുടെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. എനിക്ക് തൈറോയിഡിൻ്റെ അസുഖമുണ്ടായിരുന്നതിനാൽ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് ഭയമുണ്ടായിരുന്നു. എന്നാൽ യാതൊരു കുഴപ്പവുമില്ലാതെ സുഖപ്രസവത്തിലൂടെ 2018 ഏപ്രിൽ 1 ഈസ്റ്റർ ദിനത്തിൽ ദൈവം ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹാലലൂയ, ഹാലലൂയ. പ്രിയമുള്ളവരെ, ഇതേപോലെ
അനേകരെ ദൈവം അനുഗ്രഹിച്ച സാക്ഷ്യങ്ങൾ ഇവിടെ വായിക്കുന്നത് ടി വിയിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു സഹോദരി. ആ സാക്ഷ്യത്തിൽ കർത്താവ് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെട്ടത് വിശ്വാസത്തിൽ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം ടി വി സ്ക്രീനിന് മുൻപിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമായി ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. കരങ്ങളടിച്ച് ആ നല്ല ദൈവത്തെ നമുക്കിപ്പോൾ ആരാധിക്കാം. ശക്തമായ കരങ്ങളടിച്ച് കോഴിക്കോട് ചേവായൂരിൽ നിന്ന് മേരി എന്ന് പറയുന്ന സഹോദരി എഴുതുന്ന കത്താണിത്. 2018 ഏപ്രിൽ മാസത്തിൽ എൻ്റെ മകൻ വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ പോയി. ആ മാസത്തെ നൈറ്റ് വിജിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത നൈറ്റ് വിജിലിന് മുൻപായി മകന് നല്ലൊരു ജോലി ലഭിച്ചാൽ സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഏപ്രിൽ മാസത്തിൽ തന്നെ ജോലിക്കുള്ള ഓർഡർ കിട്ടുകയും മെയ് 10 ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. വിചാരിച്ചതിലും വളരെ നല്ല ശമ്പളമുള്ള ജോലി നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. ഹാലലുയ, ഹാലലുയ. യെശയ്യാ പ്രവചനം 65:24 തിരുവചനം നമ്മളിങ്ങനെ വായിക്കും. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. ഹാലലുയ, ഹാലലുയ. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയെ നമ്മൾ ഉണർത്തിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് ഇരു കരങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പ്രിയമുള്ളവർ, അനേകര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി. നമ്മുടെ ഹൃദയത്തിൽ മുണ്ട് അനേക പ്രാർത്ഥനകൾ ആ നല്ല ദൈവത്തെ കണ്ടുകൊണ്ട്, അനുഗ്രഹിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ ആരാധന. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഇലഞ്ഞിയിൽ നിന്ന് ലിസ്ബത്ത് ജോസ് എഴുതുന്ന കത്ത്. 7 വർഷമായി എനിക്ക് വിവാഹം ആലോചിക്കുകയായിരുന്നു. 2016 ഒക്ടോബറിലെ ജാഗരണ പ്രാർത്ഥനയിൽ ആരാധനയുടെ സമയത്ത് ടി വിയുടെ മുൻപിൽ ഈ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ എൻ്റെ വിവാഹം തീരുമാനിച്ചു. 2017 ജനുവരിയിൽ വിവാഹം നടന്നു. 2018 ജനുവരിയിൽ ഒരു കുഞ്ഞിനെയും നൽകി ദൈവം അനുഗ്രഹിച്ചു. ഹാലലൂയ, ഹാലലൂയ. പ്രിയമുള്ളവരെ, സമാനമായ മറ്റൊരു കത്ത് മുക്കൂട്ടുതറയിൽ നിന്ന് സാലിക്കുട്ടി എഴുതുകയാണ്. ഞാൻ സ്ഥിരമായി നൈറ്റ് വിജിൽ കാണുന്ന വ്യക്തിയാണ്. എൻ്റെ മകൾ മിനുവിൻ്റെ വിവാഹം കഴിഞ്ഞ് 5 വർഷമായിരുന്നിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. വളരെ വിഷമത്തോടെ ഈ നിയോഗം വെച്ച് 3 നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കാമെന്ന് നേർന്നു. 4-ാം മാസത്തിലെ നൈറ്റ് വിജിലായപ്പോഴേക്കും മകൾ പ്രഗ്നൻ്റായി. 2017 ജൂൺ 24 ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഹാലലൂയ, ഹാലലൂയ. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളില്ലാത്ത അനേക ദമ്പതികൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. 7 വർഷമായി വിവാഹാലോചനകൾ നടന്ന് വിവാഹം നടക്കാതിരുന്ന ഒരു സഹോദരിക്ക് ദൈവം അത്ഭുതകരമായി ഇടപെട്ട സാക്ഷ്യമാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ച സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, വ്യത്യസ്തമായ പ്രാർത്ഥനകൾക്ക് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച അനേകരുടെ ജീവിതങ്ങളിലേക്ക് ദൈവം അത്ഭുതകരമായി ഇടപെട്ടതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. നല്ല ദൈവത്തെ നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് കാണാം. ഇരു കരങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പ്രിയമുള്ളവരെ, അവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറിയ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും, നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരും. അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്.
അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി അവന്റെ മഹനീയ നാമത്തെ സ്തുതിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുവാൻ കഴിയുന്ന അത്ഭുത നാമമാണ് യേശുവിന്റെ നാമം. ആ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് യേശുവിന്റെ നാമം, യേശുനാമം അതിശയനാമം, നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം പാടും നാമം, യേശുവിന്റെ നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുമ്പിൽ നല്ല തത്വമുള്ള നാമം. ആമേൻ, ആമേൻ. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുമ്പിൽ നല്ല തത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം, നാമം, യേശുവിന്റെ നാമം. യേശുനാമം അതിശയനാമം, നാമം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നട്ടു നനച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് ഇനിയും അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ഈ സമയങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ചൊല്ലി തരുന്ന പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലി ഈ സമയങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ശാലോം ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് അനുഗ്രഹമാക്കി ശാലോമിന്റെ ശുശ്രൂഷകളെ ഇനിയും വളർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോം ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം വേൾഡ് ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ടിവിയിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോം ടിവി വിതരണം ചെയ്യുന്ന കേബിൾ നെറ്റ്വർക്കുകളെ, DTH സംവിധാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ടൈംസിന്റെ മലയാളം പതിപ്പിന് വേണ്ടി, തമിഴ് പതിപ്പിന് വേണ്ടി, ഇംഗ്ലീഷ് മാസികയ്ക്ക് വേണ്ടി, ജർമ്മൻ മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൺഡേ ശാലോമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. ശാലോമിന്റെ ഏജന്റുമാർക്ക് വേണ്ടി, റിപ്പോർട്ടർമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയിലൂടെയും പങ്കുവയ്ക്കലിലൂടെയും ശാലോം ശുശ്രൂഷകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ SPF അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിന്റെ ധ്യാന പ്രോഗ്രാമുകൾക്ക് വേണ്ടി, ശാന്തിവാഹിനി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. അഭിഷേകം ചെയ്യണമേ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളെ സമർപ്പിക്കാം. എല്ലാ ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശാലോമിന്റെ നേതൃത്വത്തിലേക്ക് വിളിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉന്നതമായ അഭിഷേകത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം
ഈ രാത്രിയിൽ ഇറങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളിലേക്കും ദൈവകൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിൻ അഭിഷേകം കരങ്ങളടിച്ച് ആത്മാവിന്റെ അഭിഷേകം ശാലോമിൽ നിറയട്ടെ. വചനം ഘോഷിക്കാൻ അഭിഷേകം, നിന്നാമം പാടുവാൻ അഭിഷേകം. ഘോഷിക്കാൻ അഭിഷേകം, നിന്നാമം പാടുവാൻ അഭിഷേകം. ആത്മാവിൻ അഭിഷേകം ശാലോമിൽ നിറയട്ടെ. ആത്മാവിൻ അഭിഷേകം ശാലോമിൽ നിറയട്ടെ. പ്രിയമുള്ളവരെ, ഓരോ തവണയും നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഓർക്കുക, യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ നാമത്തിലാണ് നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ ഓർക്കുക, യേശുവിൻ്റെ നാമം ഇനിയും കേട്ടിട്ടില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യര് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കർത്താവ് എന്നുള്ള നാമം അറിഞ്ഞിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യര് ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഒരു വിഷമം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ ആരോട് പറയുമെന്ന് അറിയത്തില്ലാത്ത അനേകര് ഇന്നും നമ്മുടെ ചുറ്റിലുമുണ്ട്. ഒരു സങ്കടം വരുമ്പോൾ, ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ ആരുടെ അരികിലേക്ക് പോകുമെന്ന് അറിയത്തില്ലാത്ത അനേക വ്യക്തികള്, അനേക മനുഷ്യര് ഇന്നും നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ലോകത്തില് യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത അനേകർക്ക് വേണ്ടി ഈ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്താം. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യേശു എന്ന നാമം അറിഞ്ഞിട്ടില്ലാത്ത അനേക മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കരങ്ങളെ ഉയർത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ആകാശത്തിന് കീഴെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും യേശുവിന്റെ നാമം അറിയണം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും യേശുവിലൂടെ രക്ഷ സ്വന്തമാക്കണം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, ലോക ജനതയ്ക്ക് വേണ്ടി നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ഈ സമയങ്ങളെ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം അറിഞ്ഞിട്ടില്ലാത്ത അനേക മക്കൾക്ക് വേണ്ടി ഈ സമയങ്ങളിൽ ഞങ്ങൾ ആരാധിക്കുന്നു. അവരിലേക്ക് അങ്ങയുടെ സുവിശേഷം, അവരിലേക്ക് അങ്ങയുടെ വചനം എത്തിച്ചെല്ലുവാനുള്ള വഴികൾ അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ സമയങ്ങളെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷണറിമാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരത സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരള സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചന ലോകത്തിന്റെ അതിരുകളോളം എത്തുവാൻ അനേക വ്യക്തികളെ നീ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് എല്ലാ ദേശങ്ങളിലേക്കും എല്ലാ ഗോത്രങ്ങളിലേക്കും ലോകത്തിന്റെ അതിരുകളോളം കർത്താവിന്റെ സുവിശേഷം കടന്നു ചെല്ലുവാൻ, യേശുനാമത്തിന്റെ അത്ഭുതകരമായ ശക്തി കടന്നു ചെല്ലുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ.